ചക്കരാസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ക്യാരറ്റ് അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു ക്യാരറ്റ് എടുത്ത് 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തതും ഒരു 5-6 പച്ചമുളകും കൂടി ചേർത്ത് വിനാഗിരിയും ഉപ്പും ചേർത്ത് 7 ദിവസം വെച്ചിട്ട് എടുത്ത ഒരു ക്യാരറ്റാണ്. ഇതിന് നല്ലവണ്ണം ഇതിൽ ഉപ്പും വിനാഗിരിയുടെ പുളിയും എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അച്ചാറാക്കി എടുക്കാം. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് 2-3 ടേബിൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടിയതിലേക്ക് 1 തണ്ട് കറിവേപ്പില. ഇതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നോക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യും. നമുക്കിത് ചെറിയ തീയിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് അധികം ചാറ് കറിയല്ല, ഇത് നല്ല കുഴമ്പ് പരുവത്തിലിരുന്നാലേ ഇത് കൊള്ളാവൂ. ഇല്ലെങ്കിൽ വെള്ളം പോലെ ആയാൽ ഇതിൻ്റെ ഈ ക്യാരറ്റിലൊന്നും പിടിക്കത്തില്ല. ഇതിന് കുറച്ചുകൂടെ നല്ലവണ്ണം ഒന്ന് വറ്റി ഇതിനകത്ത് ആ കറിയെല്ലാം പിടിച്ചിരിക്കണം. ഇതിൻ്റെ അല്പം ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു വറുത്ത് പൊടിച്ച ജീരകം ചേർക്കാം. ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഉപ്പും പുളിയും എല്ലാം നോക്കണം. അതിപ്പോൾ ഉപ്പും പുളിയും ഇതെല്ലാം മുന്നിട്ട് നിൽക്കുന്നതാണ്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് കൂടെ ചേർത്ത് ഇളക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണിത്. നല്ല ടേസ്റ്റായ ഒരു അച്ചാറാണ്. എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അച്ചാർ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റാണിത്. കൊതിയൂറുന്ന ടേസ്റ്റും എല്ലാം കുഞ്ഞുങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ്. ആരോഗ്യത്തിനും നല്ലതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈസി ആയതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.